2000-ന് ശേഷം VS നമ്മളെ ഒരു പാഠം പഠിപ്പിച്ചു. യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ, മനുഷ്യമുഖത്തോടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ പിന്തുണയ്ക്ക് വേണ്ടി ജനങ്ങളുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല, ജനങ്ങൾ പിന്നാലെ വരും. VS മാധ്യമപ്രവർത്തകരെയും ഓർമ്മിപ്പിക്കുകയാണ്, യഥാർത്ഥ മാധ്യമപ്രവർത്തനം നടത്തുകയാണെങ്കിൽ റേറ്റിങ്ങിന് വേണ്ടി പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, റേറ്റിംഗ് പിന്നാലെ വരും. VSന്റെ പിന്നാലെ ജനങ്ങൾ കൂടിയതുപോലെ. നമസ്കാരം. VS പാഠം 2. 2000-ന് ശേഷം VS നമ്മൾ മലയാളികളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി. അതായത് മാധ്യമത്തിൻ്റെ ശക്തിയും പ്രസക്തിയും എത്രയുണ്ട് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പരാജയവും. കാരണം 2000-ന് ശേഷം VS ആ പ്രതിപക്ഷ നേതാവായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 70 വയസ്സിന് ശേഷം അദ്ദേഹത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തന ശൈലി മാറ്റി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ പാർട്ടി, അദ്ദേഹം CPIM പിന്നിലുണ്ടെങ്കിൽ പോലും പാർട്ടി സംഘടന ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നിലില്ലായിരുന്നു. അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരു പക്ഷം ഉണ്ട്. അതോടൊപ്പം തന്നെ അകത്തെ രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള ചേരിതിരിവുകളും യുദ്ധം നടക്കുന്നു. പക്ഷെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനകത്ത് പാർട്ടിയേക്കാൾ ഉപരി അതല്ലെങ്കിൽ മാധ്യമത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് VS ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തതും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയത്. അത് ശരിക്കും മാധ്യമങ്ങളെ എങ്ങനെ വിനിയോഗിക്കാം, എങ്ങനെ ജനകീയ വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം, അതുപോലെ തന്നെ ഏത് രീതിയിൽ ജനങ്ങളുമായിട്ട് സംവദിക്കാം. കാരണം ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതിന് വളരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക കഴിവ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി പോലും ശരിക്കും പറഞ്ഞാൽ 2000 വരെ മാധ്യമപ്രവർത്തകർക്കും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനുമൊക്കെ VSന്റെ പ്രസംഗം, ഈ നീട്ടിയും കുറുക്കിയുള്ള ഒരു പ്രസംഗം, VS പരുക്കൻ എന്ന ഒരു ധാരണ നിലനിന്നിരുന്ന സമയത്ത്, വിശേഷിച്ചും പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരു സ്റ്റാലിനിസ്റ്റ് രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നീട്ടിയും കുറുക്കുള്ള ആ ഒരു സംഭാഷണം എന്നൊക്കെ പറഞ്ഞ അരോചകമായിട്ടാണ് പലരും വന്ന് കണ്ടിരുന്നത്. എന്നാൽ 2000-ന് ശേഷം കേരളം അത് സംഗീതം പോലെ, ഇപ്പോഴും അത് സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായി VS ചെയ്തത്, പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യക്തിപരമായി VS ചെയ്തത് ഈ മനുഷ്യത്വത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തിയെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മനുഷ്യരെ കണ്ട് വളരെ വിശാലമായിട്ട്, ഒരുപക്ഷെ നിഷ്കളങ്കമായ രീതിയിൽ ചിരിക്കാൻ തുടങ്ങി, മനുഷ്യരുമായിട്ട് ഇടപെട്ടു തുടങ്ങി, സംവദിക്കാൻ തുടങ്ങി, ഇടപഴകി തുടങ്ങി. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു മാനുഷികമായ വശങ്ങളെല്ലാം അദ്ദേഹത്തിലൂടെ പുറത്തു വരികയും അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള അനുഭവ പാരമ്പര്യത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഓരോ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. ആ വിഷയങ്ങൾ ഏറ്റെടുത്തതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തത് ഈ ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന്, അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പോരാട്ടം നടത്തുന്നതോടൊപ്പം തന്നെ അതേ വിഷയങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ പാർട്ടി നേതൃത്വത്തെയും അതല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെയുമുള്ള അല്ലെങ്കിൽ ആ ഒരു പോരാട്ടം കൂടി ഒരേ സമയം നടത്തുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പോരാട്ടം തന്നെയായിരുന്നു. അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ VS ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വളരെ വിഷയങ്ങളിലേക്ക്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകുന്നു. ഇപ്പോഴും നമ്മൾ VSനെ കുറിച്ച് സംസാരിക്കുന്നു. ആ VS കേരളത്തിൽ ഉണർത്തിയ ചില വികാരങ്ങളിലൂടെയും ചില മൂല്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോവുകയും ചെയ്യുന്നു. ഇത് മാധ്യമങ്ങൾക്ക് ഉള്ളൊരു, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക്, ഇപ്പം കേരളത്തിൽ ഇന്നിപ്പം ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും അച്ചടി മാധ്യമങ്ങളാണെങ്കിലും ആ യഥാർത്ഥ അർത്ഥത്തിലുള്ള എഡിറ്റർ എന്ന് പറയുന്ന ഒരു തസ്തിക ശരിക്കും അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമല്ല. പൊതുവെ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഈ പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ വിഷ്വൽ
മാധ്യമങ്ങളിലേക്കും സാമൂഹ്യ മാധ്യമങ്ങളിലേക്കും നോക്കുന്നു. അങ്ങനെ ഒരു വ്യക്തതയില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് മാധ്യമങ്ങൾ കടന്നു പോകുന്നത്. ഓരോ മാധ്യമവും പ്രിന്റ് ആയിക്കോട്ടെ, അച്ചടി മാധ്യമമായിക്കോട്ടെ, അത് അല്ലാത്ത മാധ്യമങ്ങളായിക്കോട്ടെ, എല്ലാ മാധ്യമങ്ങളും കിണഞ്ഞ് പരിശ്രമിക്കുന്നത് ഒന്നുകിൽ വായനക്കാരെ അടുപ്പിക്കാൻ, അതല്ലെങ്കിൽ പ്രേക്ഷകരെ കൂട്ടാൻ, അതായത് ജനങ്ങളുടെ പിന്നാലെ പോകാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ വായനക്കാരുടെയും അല്ലെങ്കിൽ പ്രേക്ഷകരുടെയും പിന്നാലെ പോകാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിൽ യഥാർത്ഥത്തിൽ നഷ്ടമാകുന്നത് രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ പിന്നാലെ ജനങ്ങളെ കൂട്ടാൻ വേണ്ടി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കാണിക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ ആത്മാവ് നശിച്ച് ജനങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ബന്ധം എങ്ങനെയാണോ നഷ്ടപ്പെടുന്നത്, അതേപോലെ ഈ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നവർ വായനക്കാരുടെയും പ്രേക്ഷകരുടെയും പിന്നാലെ പോകുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് മാധ്യമപ്രവർത്തനമാണ്. ആ മാധ്യമപ്രവർത്തനത്തിന്റെ ആത്മാവാണ്. നമ്മുടെ ഇവിടുത്തെയും അതുപോലെ രാജ്യത്തെയും ഒക്കെ ഈ മാധ്യമപ്രവർത്തനത്തിൽ പാലിക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട് തന്നെയാണ്. അത് വളരെ പരിമിതമായ കാഴ്ചപ്പാടാണ്. അതാണ് ആ കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. പക്ഷെ പരിമിതമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് സമൂഹത്തെയും മനുഷ്യനെയും കണ്ടെത്താൻ പറ്റില്ല. അത് കണ്ടെത്തി ഓരോ വിഷയങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ശരിക്കും മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആ ഒരു പ്രസക്തിയും അതിൻ്റെ ആത്മാവ് ഉണരുകയും ചെയ്യുക. അപ്പോൾ BS കാണിച്ചു തന്നതുപോലെ മാധ്യമപ്രവർത്തനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അതല്ലെങ്കിൽ ആ മനുഷ്യ ജീവിതത്തിലേക്ക് നമ്മൾ സ്പർശിക്കാൻ മാധ്യമപ്രവർത്തനത്തിലൂടെ തയ്യാറാവുമ്പോൾ പ്രേക്ഷകരും വായനക്കാരും പിന്നാലെ വരും എന്ന പാഠമാണ് BS മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമത്തിൻ്റെ സാധ്യതയും BS നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്.